Welcome you all. Today we are discussing control statements. That means the module 2. Control statements of a Python programming. Already we discussed control statements. Okay. Just structureize control statements. Okay. Then control statements. That means it is a statement that determines the control flow of a set of instruction. Set of instruction അല്ലെങ്കിൽ programming day control അതിൻ്റെ ഫ്ലോൻ്റെ കൺട്രോൾ എന്ത് ചെയ്യാണ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുകയാണ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കൺട്രോൾ ചെയ്യുന്നതിനായിരിക്കും ഒരു പ്രോഗ്രാമിങ്ങിനെ ആ പ്രോഗ്രാമിങ്ങിൻ്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നതിന് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദർ ആർ 3 types: sequential control statements, selection control statement and iterative control statements. 3 ടൈപ്പിലാണുള്ളത്. The first one, sequential control statements. എന്താണ് sequential control statement? The control system in which the individual steps are processed in predetermined order. The progression from one sequence step to next being depends on defined conditions being satisfied. Sequential control step പറഞ്ഞാൽ predetermined ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടാവും ഓൾറെഡി പ്രോഗ്രാമിന്. അത് ഫ്രം ടോപ്പ് ടു ബോട്ടം ഒരു ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു ഓർഡർ ഉണ്ടാവും. ആ ഓർഡറിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റം പ്രോഗ്രാം എന്ത് ചെയ്യുക, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്ത് പോരുക. പ്രത്യേകിച്ച് വേറൊരു ഫ്ലോ ഒന്നും ഉണ്ടാവില്ല. ഫ്രം ടോപ്പ് ടു ബോട്ടം ഇങ്ങനെ ഓട്ടോമാറ്റിക് സീക്വൻഷ്യലായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ഒന്നിന് ശേഷം ഒന്നായിട്ട് ഇങ്ങനെ പ്രോഗ്രാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് സീക്വൻഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെലക്ഷൻ കൺട്രോൾ. A control structure allows one set of statements to be executed if a condition is true and another set of action to be executed if a condition is false. അതായത് നേരത്തെ പറഞ്ഞ സീക്വൻഷ്യലായിട്ട് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് പോരുകയാണ്. എന്നാൽ ഇവിടെ ഒരു എന്തുണ്ടാവും, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു പാർട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ വേറൊരു പാർട്ട് വർക്ക് ചെയ്യും. ആൻഡ് സെലക്ഷൻ ഉണ്ട്. നേരത്തെ സെലക്ഷൻ ഇല്ലായിരുന്നു, ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്ത് വരുന്നു. എന്നാൽ ഇവിടെ എന്തുണ്ട്, ഒരു പെർട്ടിക്കുലർ പ്ലേസിലെത്തുമ്പോൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. നമ്മൾ പോകുന്ന ഒരു പാർട്ട് ട്രൂ ആണെങ്കിൽ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഒരു ഭാഗത്തുള്ള പോകും, അതല്ല ഫാൾസ് ആണെങ്കിൽ വേറൊരു ഭാഗത്തു കൂടെ ആയിരിക്കും ഈ പ്രോസസ്സ് വർക്ക് ചെയ്യുക. ഓക്കെ. ഓൾറെഡി ഡിസ്കസ് ചെയ്ത പാർട്ടാണ് നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, മൾട്ടിവേ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ. സെലക്ഷൻ കൺട്രോളിൽ വരുന്ന ഭാഗമാണ്. ഓക്കെ. അപ്പോൾ ആദ്യം സീക്വൻഷ്യൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ സെലക്ഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇറ്ററേറ്റീവ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. Iterative control statement. A statement or block executed until the program reaches a certain stage or operation have been applied to every element of collection. A statement അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും എവിടെ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഇറ്ററേറ്റീവ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്ററേറ്റീവ് എന്താണ്, ഇറ്ററേഷൻ നടന്നുകൊണ്ടിരിക്കും. ഒരു ലൂപ്പിൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ ആ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എന്തുണ്ടാവും, ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടാവും. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ ആ പ്രോഗ്രാം അവിടെ തന്നെ വീണ്ടും എന്ത് ചെയ്യും, റിപ്പീറ്റേറ്റീവായിട്ട് എന്ത് ചെയ്യും, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇറ്ററേറ്റീവ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആ 3 സ്റ്റേറ്റ്മെൻറ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൽ 3 പറഞ്ഞത്. ഒന്ന് സീക്വൻഷ്യൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് വൺ ഈസ് സെലക്ഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് വൺ ഈസ് ഇറ്ററേറ്റീവ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്ററേറ്റീവ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൽ പാർട്ടിൽ വരുന്നത് ഭാഗങ്ങളാണ് വൈൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫോർ സ്റ്റേറ്റ്മെൻറ്റ്, റേഞ്ച് ഫംഗ്ഷന്, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്പിൽ വരുന്ന ഭാഗങ്ങളാണ്. എൽസ് ക്ലോസ് ഓൺ ലൂപ്സ്, നെസ്റ്റഡ് ലൂപ്സ്, ഇൻഫൈനൈറ്റ് ലൂപ്സ് എല്ലാം നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഡിസ്കസ് ചെയ്ത ഒരു ഭാഗം എൽസ് ക്ലോസ് ഓൺ ലൂപ്സ് എന്നുള്ളൊരു പാർട്ടാണ്. എന്താണ് എൽസ് ക്ലോസ് ഓൺ ലൂപ്സ്? പൈത്തൺ അലോ ആൻ ഓപ്ഷണൽ else clause at the end of a while or for loop. ഒരു ഫോർ ലൂപ്പിൻ്റെ അല്ലെങ്കിൽ വൈൽ ലൂപ്പിൻ്റെ എൻഡിൽ ഒരു ഓപ്ഷണൽ എൽസ് ക്ലോസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈത്തൺ അലോ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണൽ എൽസ് ക്ലോസ് കൊടുക്കാം. ദിസ് ഈസ് എ യുണീക്ക് ഫീച്ചർ ഓഫ് പൈത്തൺ. പൈത്തണിൻ്റെ യുണീക്ക് ഫീച്ചറാണ് എൽസ് ക്ലോസ് ഓൺ ലൂപ്സ് എന്നുള്ളത്. ഫോർ ലൂപ്പോ വൈൽ ലൂപ്പോ കൊടുക്കുമ്പോൾ നമുക്കതിന് ശേഷം വേണമെങ്കിൽ ഒരു എൽസ് പാർട്ട് കൊടുക്കാം. ഓക്കെ. അതാണ് എൽസ് ക്ലോസ് ഓൺ ലൂപ്സ് എന്നുള്ളത്. ലൂപ്സിൽ വരുന്ന എൽസ് നേരത്തെ നമ്മൾ കൊടുത്തത് എന്താണ്, ഈഫിൻ്റെ കൂടെയൊക്കെയാണ് നമ്മൾ എൽസ് പാർട്ട് കൊടുത്തത് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൽ. ഇവിടെ നമുക്ക് എന്തുണ്ട്,
ലൂപ്സിൽ ഇറ്ററേറ്റീവ്സിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്സിൽ നമുക്ക് എന്ത് ചെയ്യാം എൽസ് പാർട്ട് കൊടുക്കാം. അതാണ് എൽസ് ക്ലോസ് ഓൺ ലൂപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ഒരു സിൻടാക്സ് ആണ് കൊടുത്തിട്ടുണ്ട്, വൈൽ എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയേ ഉള്ളൂ നമ്മൾ സാധാരണ ലൂപ്സ് കൊടുക്കുമ്പോൾ. അതിന് പകരം നമുക്ക് വേണം എന്ത് ചെയ്യാം, ഒരു എൽസ് പാർട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്നിട്ട് അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് ഒരു പർട്ടിക്കുലർ അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ കൊടുക്കാൻ പറ്റും. എന്താണ് ഈ അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകത? സാധാരണ നമുക്ക് വൈൽ കൊടുത്തു കഴിഞ്ഞാൽ, എക്സാമ്പിൾ വൈൽ കൊടുത്തു കഴിഞ്ഞാൽ വൈലിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു എക്സ്പ്രഷൻ കൊടുത്ത് അത് നമുക്ക് എന്ത് ചെയ്യാം വർക്ക് ചെയ്യിപ്പിക്കാം. അതിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വൈലിന് ശേഷം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം എൽസ് ക്ലോസ് ലൂപ്സ് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പം ഇവിടെ ഈ ഒരു പാർട്ടിൽ അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് സ്പെസിഫൈഡ് ഇൻ എൽസ് ക്ലോസിലാണ് അല്ലേ. അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എൽസ് ക്ലോസിലാണ്. അത് എപ്പോഴാണ് വർക്ക് ചെയ്യുക? ഒരു വൈൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം, ഇവിടെ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക ആ ഒരു പാർട്ട് വർക്ക് ചെയ്യുക. ഇൻ ഹിയർ ദ അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് സ്പെസിഫൈഡ് ഇൻ ദി else clause, it will be executed when the while loop terminates. ഓക്കെ, ഇവിടെ while loop ടെർമിനേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും else clause വർക്ക് ചെയ്യുക. വേറെ പാർട്ടിലാണെങ്കിൽ ഫോർ ലൂപ്പിനാണ് നമ്മൾ കൊടുത്തതെങ്കിൽ ആ ഫോർ ലൂപ്പ് ടെർമിനേറ്റിന് ശേഷം ആയിരിക്കും എന്ത് ചെയ്യുക ആ എൽസ് പാർട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അതാണ് ഒരു എൽസ് ക്ലോസിൻ്റെ മാറ്റം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ ഓർ ലാസി ഇവാലുവേഷൻ. എന്താണ് ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ ആൻഡ് ലാസി ഇവാലുവേഷൻ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്പീഡ് അപ്പ് ബൂളിയൻ ഇവാലുവേഷൻ. ബൂളിയൻ ഇവാലുവേഷനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഷോർട്ട് സർക്യൂട്ട് ഓർ ലാസി ഇവാലുവേഷൻ ഉപയോഗിക്കുന്നത്. പൈത്തണിൽ യൂസ് ചെയ്യുന്നുണ്ട് ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ. അപ്പോൾ എങ്ങനെ സ്പീഡപ്പ്? നമുക്കറിയാം ബൂളിയൻ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എയ്തർ ട്രൂ ഓർ ഫാൾസ്. ആൻസർ എന്തായിരിക്കാം? ഒന്നുകിൽ ട്രൂ ആയിരിക്കാം അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കാം. അപ്പോൾ ആ സമയത്ത് പല ലാംഗ്വേജുകളും യൂസ് ചെയ്യുന്നുണ്ട് ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ. പൈത്തണും യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ? ഇറ്റ് ഓപ്പറേറ്റ് ഈസ് ഡസൻറ്റ് നെസസറിലി ഇവാലുവേറ്റ്സ് ഓഫ് ഇറ്റ്സ് ഓപ്പറൻസ്. ദാറ്റ് മീൻസ് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ നടക്കുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ എല്ലാ ഓപ്പറൻസിനും എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യില്ല. പർട്ടിക്കുലർ ഓപ്പറൻസിനെ മാത്രം ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു ഷോർട്ട് പാത്ത് എന്ത് ചെയ്യും സ്വീകരിക്കും അല്ലേ. അപ്പം നമുക്കറിയാം ലോജിക്കൽ ആൻഡ് ഉണ്ട്, ലോജിക്കൽ ഓറൊക്കെ ഉണ്ട്. ഓക്കെ, ലോജിക്കൽ ആൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോജിക്കൽ ആൻഡ് ആണെങ്കിൽ രണ്ട് പാർട്ടും ട്രൂ ആണെങ്കിൽ ആൻസറും ട്രൂ ആവുള്ളൂ. ഓക്കെ, രണ്ട് പാർട്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ആൻസർ ട്രൂ ആവുള്ളൂ. അപ്പോൾ നമ്മളൊരു എക്സ്പ്രഷൻ എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യുമ്പോൾ ലോജിക്കൽ ആൻഡ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ട് ട്രൂ ആണെങ്കിൽ സെക്കൻഡ് പാർട്ടും ചെക്ക് ചെയ്യണം, ദാറ്റ് ഈസ് ആൾസോ ട്രൂ. അതും ട്രൂ ആണെങ്കിൽ എന്തേ ഉള്ളൂ, ആൻസറും ട്രൂ ആവുള്ളൂ. എന്നാൽ ഫസ്റ്റ് പാർട്ട് തന്നെ ഫാൾസ് ആണെങ്കിൽ നമുക്കറിയാം ആൻസർ എന്താണ്, ഫാൾസ് ആയിരിക്കും. പിന്നെ സെക്കൻഡ് പാർട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെയാണ് ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു ലോജിക്കൽ ആൻഡ് യൂസ് ചെയ്യുന്നു, ഒന്നാമത്തെ എക്സ്പ്രഷൻ നോക്കുന്നു, അത് ഫാൾസ് ആണ്. അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഒരു ഓപ്പറൻറ്റ് ചെക്ക് ചെയ്യാതെ ആ ഒരു ഇതെന്താണ് ഫാൾസ് ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നു. അതാണ് ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളത്. സാധാരണ ഒരു ലാംഗ്വേജ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഒന്നാമത്തെ ചെക്ക് ചെയ്യും, ഫാൾസ് ആണ്. രണ്ടാമത്തെ ചെക്ക് ചെയ്യും, അത് ട്രൂ ആണ്. എന്നാലും ആൻസർ എന്താണ്, ഫാൾസ് ആണ്. കാരണം ലോജിക്കൽ ആൻഡിൽ രണ്ടും എന്ത് ചെയ്യണം, ട്രൂ ആവണം. ആൻസർ ട്രൂ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാണ്, ഒന്നാമത്തെ ഫാൾസ് ആകുമ്പോൾ തന്നെ ഷോർട്ടായിട്ട് ആൻസർ ഡിക്ലെയർ ചെയ്യുന്നു, ഇത് ഫാൾസ് ആണ്. രണ്ടാമത്തെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ എന്താണ്, ടൈം ലാഭിക്കുകയാണ്. പെട്ടെന്ന് ഷോർട്ട് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ നടത്തുകയാണ്. ഓക്കെ, ഇറ്റ് മീൻസ് ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ മീൻസ് ദ സ്റ്റോപ്പേജ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ ബൂളിയൻ എക്സ്പ്രഷൻ. ബൂളിയൻ എക്സ്പ്രഷൻ്റെ ഒരു പാർട്ട് എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യാണ്. എപ്പം, ഇഫ് ദ ട്രൂത്ത് ഓർ ഫാൾസ് വാല്യൂ ഓഫ് എ ലോജിക്കൽ എക്സ്പ്രഷൻ ഹാസ് ആൾറെഡി ബീൻ ടെർമിനേറ്റഡ്. ഓക്കെ, അപ്പോൾ ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ്റെ ആൻസർ ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ള ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട, അടുത്തൊരു എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നതിനാണ് ഷോർട്ട് സർക്യൂട്ട് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ബൂളിയൻ എക്സ്പ്രഷൻ എപ്പോഴും വാല്യൂ എങ്ങനെയാണ്, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് വീണ്ടും ആവർത്തിക്കുകയാണ്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ട് ലെഫ്റ്റ് എന്നുള്ള ആദ്യത്തെ പാർട്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള പാർട്ട് എന്ത് ചെയ്യില്ല, ചെക്ക് ചെയ്യില്ല. അതിനാണ് ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സാധാരണ ആണെങ്കിൽ എന്ത് ചെയ്യും, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റിൽ എല്ലാം ചെക്ക് ചെയ്തിട്ടേ എന്ത് ചെയ്യുള്ളൂ, റിസൾട്ട് ഡിക്ലെയർ ചെയ്യുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഫസ്റ്റത്തെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദെൻ സെക്കൻഡ് പാർട്ട് എന്ത് ചെയ്യില്ല, ചെക്ക് ചെയ്യില്ല. ദാറ്റ് ഈസ് ഷോർട്ട് സർക്യൂട്ട് ഓർ ലാസി ഇവാലുവേഷൻ. Okay, then today we are discussing the control statements.
Okay, selection sequential control statement, selection control statement, and iterative control statement. Then else clause on the loop, then short circuit or lazy evaluations. Okay, thank you.